ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഫസ്റ്റത്തെ 3 മാസം ഉണ്ടാവുമല്ലോ, നമുക്ക് 3 മാസം മറക്കാൻ പറ്റാത്ത 3 മാസം, ആ 3 മാസത്തെ എക്സ്പീരിയൻസ് ആട്ടോ പറയാൻ വരുന്നത്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? ഞാൻ എൻ്റെ പീരീഡ്സ് ഡേറ്റ് തെറ്റിയത് ജനുവരിയിലാണ്. അതായത് ജനുവരി 16-ാം തീയതി, അതായത് ഡിസംബർ 16-ാം തീയതിയാണ് ഞാൻ അവസാനമായിട്ട് പീരീഡ്സ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പീരീഡ്സ് ആവേണ്ടത് ജനുവരി 16-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ജനുവരി 16-ാം തീയതി ഞാൻ പീരീഡ്സ് ആയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ കാരണം പീരീഡ്സ് ആയില്ല. പക്ഷെ ഞാനത് മുന്നേ അറിഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നേ സിംറ്റംസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടിയിട്ട് എനിക്കെന്താ പറയുക, തലവേദന, മേല് വേദന, പനി, ജലദോഷം, പിന്നെ എന്തൊക്കെയോ സിംറ്റംസ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അതൊരു 4-5 ദിവസം മുമ്പേ എനിക്കതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു മടി പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ മടി, ഭയങ്കര മടി. അവിടേക്ക് പോകാൻ മടി, ഇവിടേക്ക് എണീക്കാൻ മടി, ഇങ്ങോട്ട് തിരിയാൻ മടി, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് എനിക്ക് അങ്ങനെയൊക്കെ സിംറ്റംസ് വന്നപ്പോൾ പിന്നെ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 15-ാം തീയതി ഒക്കെ ആയപ്പോഴും ഇങ്ങനെ ഭയങ്കര വയ്യാത്ത പോലെ അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ 15-ാം തീയതി രാവിലെ ചേട്ടൻ്റെ അടുത്ത് കാർഡ് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ലൈൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആയി എന്നുള്ളത്. അപ്പം ഞാൻ എന്താ പറയുക, അപ്പോൾ നമുക്കറിയാമല്ലോ സംഭവം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൺഫേം ആയിട്ടില്ല, കാരണം ഡേറ്റ് കഴിഞ്ഞിട്ടുമില്ല, ഡേറ്റ് ആയിട്ടുമില്ല, പിറ്റേ ദിവസം ഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക, കൺഫേം ചെയ്യാനുള്ളൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഈ സിംറ്റംസൊക്കെ കാണിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങനെയായിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ആശുപത്രിക്കൊന്നും പോയില്ല കേട്ടോ, കാരണം ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആശുപത്രിക്ക് പോയില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയത്. ഞാൻ കോപ്പറേറ്റീവിലാണ് കാണിക്കണത്, വിനീത ഡോക്ടറാണ് ഞാൻ കാണിക്കണത്. എനിക്ക് എന്താണോ ആ ഡോക്ടർ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ആ ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ നമ്മൾ ഞാൻ ടെസ്റ്റ് ചെയ്ത കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ വിരലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ആശുപത്രിയിൽ ചെന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ആ കാർഡാണ് ഡോക്ടർ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പിടിച്ചിട്ടുണ്ട്, കാരണം നല്ല കളർ വന്നു. അപ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ സന്തോഷമായി. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു, ഇന്ന ദിവസം സ്കാനിങ്ങിന് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോഴൊക്കെ എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ, അതായത് ആ സമയത്തൊക്കെ നല്ല വിശപ്പായിരുന്നു. അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് പോണതിൻ്റെ 2 ദിവസം മുമ്പ് തൊട്ട് എനിക്ക് തുടങ്ങി ഛർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നും കഴിക്കാൻ പറ്റാണ്ട് നല്ല ഛർദി. സ്കാനിങ്ങിന് പോണ ദിവസം എനിക്ക് ആകെ ഒരുമാതിരി അവസ്ഥയായിരുന്നു, കാരണം ഛർദ്ദിച്ചിട്ടൊക്കെ ആയിട്ടൊന്നും കഴിക്കാനും പറ്റണില്ല. എന്നിട്ട് പിന്നെ സ്കാനിങ്ങിന് പോയി എനിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് സമാധാനമായി. അപ്പോൾ അങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുത്തോ, ഇനിയിപ്പോൾ അടുത്ത മാസം ചെക്കപ്പിന് വന്നാൽ മതി അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഛർദി എന്ന് വെച്ചാൽ ഛർദി, അതായത് ജനുവരി അവസാനം തൊട്ട് തുടങ്ങിയ ഛർദി എനിക്ക്. ജനുവരി അവസാനമാണ് സ്കാൻ ചെയ്തത്. അപ്പം തൊട്ട് തുടങ്ങിയ ഛർദി എനിക്ക് ജനുവരി അല്ല, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പകുതി വരെ എനിക്ക് ആ ഛർദി ഉണ്ടായിരുന്നു. ഛർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കഴിക്കാനും പറ്റാണ്ട് നമ്മളാകെ തളർന്നു പോകും. നമ്മൾ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക, എന്തെങ്കിലും ഒരു ദോശ കഴിച്ചാൽ അത് ഛർദ്ദിക്കുക, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക. ഞാൻ കുറച്ച് നാൾ പേരയ്ക്ക കഴിച്ചു കുഴപ്പമില്ലാണ്ട്, പിന്നെ മാങ്ങ, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാനാണ്. പക്ഷെ നമുക്ക് കഴിക്കാണ്ടിരിക്കാനായിട്ടൊരു വഴിയില്ല, കഴിച്ചിട്ട് ഛർദ്ദിക്കുക, അങ്ങനെയായിരുന്നു. ഛർദി മാത്രമായിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ തീരെ പറ്റാണ്ടാകുമ്പോൾ ഒരു 4-5 വട്ടം ഗ്ലൂക്കോസ് കയറ്റി. അപ്പോൾ എനിക്ക് ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയായിട്ട് ഗ്ലൂക്കോസ് കയറ്റി. എന്നിട്ട് ഛർദി മാത്രം ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ പുറത്തേക്ക് പോകാനും അതിനൊന്നും പറ്റില്ല. അതായത് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പുറത്തേക്ക് തണ്ടാൻ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞാനിവിടെ കിടപ്പായിരുന്നു. ഫുഡൊക്കെ കൊണ്ടുവന്ന് തരലും അങ്ങനെയൊക്കെ ആയിരുന്നു. ചേട്ടനല്ലെങ്കിൽ അമ്മ കൊണ്ടുവന്ന് തരും. എന്നിട്ട് എങ്ങോട്ടും ഞാൻ പോയില്ല, ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ കിടക്കും. എനിക്കാണെങ്കിൽ ആകെ സങ്കടമായി തുടങ്ങി. നമുക്കിങ്ങനെ മൂഡ് സ്വിങ്സൊക്കെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ അവസ്ഥയായിരുന്നു. എനിക്കുള്ള മൂഡ് സ്വിങ്സ് ദേഷ്യം സന്തോഷം ഒന്നുമില്ല, എനിക്കങ്ങോട്ട് വിഷമം വരും. വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചിൽ വരും. അതായത് എനിക്ക് മാത്രം എന്തിങ്ങനെ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടാകും ദൈവത്തിൻ്റെ. അപ്പോൾ ആ ഫോട്ടോയിലൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ കിടന്ന് കരയും. കൃഷ്ണൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ
എന്താ എനിക്കിങ്ങനെ എൻ്റെ മാറ്റിത്താ, എനിക്ക് വേഗം മാറ്റിത്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് എന്താ പറയുക കരഞ്ഞിരിക്കും. അതായത് നമുക്ക് അത്ര വിഷമവും നമുക്ക് അത്ര ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലാവും നമുക്ക് അങ്ങനെയായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് അധികം വണ്ണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 38 കിലോയാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു 3 മാസത്തിൽ ഒന്നും നമ്മളൊന്നും കഴിക്കണില്ലല്ലോ. എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മളൊന്നും കഴിക്കാത്ത കാരണം ഉണ്ണി വളരുമോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഉണ്ണി വളർന്നോളും. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഉണ്ണി 3 മാസത്തിൽ എന്തായാലും വളരും. നമ്മൾ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഉണ്ണി വളർന്നോളും. അതിന് വലിയ പേടിയൊന്നും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല പേടിയായിരുന്നു. വളരുമോ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാകും. ടെൻഷനുകൾ കുറച്ചുണ്ടാകും. ഈ ഒരു ടെൻഷൻ ഉണ്ടാകും. നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണ്. ചിലവരാണെങ്കിൽ പ്രഗ്നൻസിയിൽ വെട്ടി വിടുന്നതാണെന്ന് നമുക്ക് ഇങ്ങനെ ഒരുമാതിരി ഒരു അവസ്ഥയും. കാരണം നമുക്കൊന്നും കഴിക്കാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സങ്കടം. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് പേടിക്കണം. നമ്മൾ കഴിക്കാണ്ടിരിക്കണതിൽ കുറച്ചെന്തെങ്കിലും ചെന്നാൽ മതി ഉള്ളിലേക്ക്. എന്നിട്ട് അപ്പോൾ എനിക്ക് 38 കിലോ ആയിരുന്നു. എനിക്ക് ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 36 കിലോ ആയി. 2 കിലോ ഞാൻ കുറഞ്ഞു. എന്നിട്ട് പിന്നത്തെ ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നോർമലാണ്, ഇനി വെച്ചോളും, ഫുഡൊക്കെ നന്നായി കഴിച്ചാൽ മതി, വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് കൂടിയിട്ടോ. പിന്നെ എനിക്കിപ്പോൾ വെയിറ്റ് 42 അത്രയ്ക്ക് ഉണ്ട്. ഇപ്പം എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് വെയിറ്റ്. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് കുറയും, ചിലർ വെയിറ്റ് കൂടും. അതായത് ചിലർ ആ വെയിറ്റിൽ തന്നെ നിൽക്കും. വെയിറ്റ് കൂടണവർ ഫുഡ് കഴിക്കണവരാ, ഛർദിയൊന്നും ഇല്ലാത്തവർ, അവരാണ് ഭാഗ്യവാന്മാർ. നമുക്കാണെങ്കിൽ ഒന്നും കഴിക്കാനും ഒന്നിനും പറ്റില്ല. പക്ഷേ ഛർദി ഉള്ളവർക്ക് മണത്തിൻ്റെ പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ സിംറ്റംസ് ഇല്ല. ഈ ഛർദി അതേപോലെ തന്നെ ഈ മണത്തിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് മെയിനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. കാരണം കുറേ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി, ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഛർദ്ദിച്ചിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പുറത്തേക്ക് പോകണം. നമ്മളിങ്ങനെ പുറത്തേക്ക് പോവാത്ത ഒരാളല്ല. എപ്പോഴും പുറത്തേക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പ്രാന്ത് വരും. TV, ഫോൺ ഇതൊന്നും കാണാൻ തോന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ 3 മാസം എന്ന് പറയുന്നത്. 3 മാസം എനിക്ക് മറക്കാൻ പറ്റില്ല. 4 ദിവസം 4-5 പ്രാവശ്യം ആശുപത്രിക്ക് പോയിട്ടുണ്ട്. ഗ്ലൂക്കോസ് കയറ്റണ കാരണം എനിക്ക് ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ നമുക്കൊരു എനർജി കിട്ടില്ല. പിന്നെ ഛർദി നിൽക്കാനുള്ള ഒരു ഇഞ്ചക്ഷനും തരും. അപ്പോൾ നമുക്കിങ്ങനെ ഛർദിക്കില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 4 വട്ടം ഗ്ലൂക്കോസ് കയറ്റി. അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ 3 മാസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ മണങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. മണക്കാൻ പറ്റില്ല. അതായത് ഫുഡിൻ്റെ, ചോറിൻ്റെ മണം, പിന്നെന്താ പറയുക, ഒന്നിൻ്റെ മണം പറ്റില്ല. എനിക്ക് ഒന്നിൻ്റെ മണം പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പുറത്തേക്കേ ഇറങ്ങില്ല, അടുക്കള ഭാഗത്തേക്കേ പോയില്ല. വേസ്റ്റിൻ്റെ മണം ഇതൊന്നും പറ്റില്ല. എന്നിട്ട് ഞാൻ അതൊന്നും ചെയ്യില്ല, അങ്ങോട്ടൊന്നും പോവില്ല. അമ്മയെല്ലാം കൊണ്ടുവന്ന് തരാം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതൊരു 1.5 മാസമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ 2 ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഛർദിയും, രണ്ടാമത്തെ കാര്യം ഈ മണം പറ്റായിരിക്കും. ബാക്കി പിന്നെ പ്രശ്നമില്ല. പിന്നെ ഉറങ്ങാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ 3 മാസത്തെ എക്സ്പീരിയൻസ്. മറക്കാൻ പറ്റാത്ത 3 മാസം ദിവസങ്ങൾ ഞാൻ എണ്ണിക്കൊണ്ടിരുന്നു വേഗം ഒന്ന് പോവാനായിട്ട്. ഞാൻ ഇന്നലെ ഇട്ട മെഹന്തി ആട്ടത് ഭംഗിയില്ലേ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ.